കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS-നെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിച്ചു. കെ ബിജു IAS വെള്ളിയാഴ്ച നേരിട്ട് കോടതിയിൽ ഹാജരാക്കണം. ഏകാധിപത്യ ഭരണമല്ല നടക്കുന്നതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിലെ പരാമർശങ്ങളാണ് കോടതിയുടെ കടുത്ത വിമർശനത്തിനിടയാക്കിയത്. ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ആദ്യ ഉത്തരവിലെ പരാമർശങ്ങളിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ഉത്തരവ് തയ്യാറാക്കിയ കെ ബിജു IAS മറ്റന്നാൾ നേരിട്ട് കോടതിയിൽ ഹാജരാകണം. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയും കോടതിയലക്ഷ്യ നടപടിയും സ്വീകരിക്കണം. ഏകാധിപത്യ ഭരണമല്ല നടക്കുന്നതെന്ന് സർക്കാരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്കുമേലുള്ള കടന്നാക്രമണവും അപകടകരവും അനാവശ്യവുമാണ്. പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് കോടതി വിമർശിച്ചു. പ്രതികളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. പ്രതി ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നുവെന്നും കോടതി വിമർശിച്ചു. പ്രതി വാർത്താ സമ്മേളനം നടത്തി നീതിന്യായ വ്യവസ്ഥയെ ആക്രമിച്ചുവെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തെ പരാമർശിച്ച് കോടതി വിമർശിച്ചു. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് നൽകിയത് എന്തിനെന്ന് കോടതി ചോദിച്ചു. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതി എഴുതി ഉദ്യോഗസ്ഥർക്ക് നൽകുകയായിരുന്നു. ഉദ്യോഗസ്ഥർ ഉത്തരവിന് നമ്പറിടുക മാത്രമാണോ ചെയ്തത്? എന്ത് അസംബന്ധമാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. എല്ലാ അനാവശ്യവും പറഞ്ഞിട്ടാണ് രണ്ടാം ഉത്തരവിലെ ഖേദപ്രകടനം. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എന്ന വിധത്തിലുള്ള ഉത്തരവാണ് സർക്കാർ ഇറക്കിയതെന്ന് ഹൈക്കോടതി വിമർശിച്ചു. സർക്കാർ അപ്പീൽ നൽകുന്നതിന് ഹൈക്കോടതി എതിരല്ല. എന്നാൽ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകും. മാപ്പപേക്ഷ അംഗീകരിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.